ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. നമ്മളിന്ന് എത്തിയിരിക്കുന്നത് കേരളത്തിൽ യൂട്യൂബേഴ്സ് ആരും, അതായത് മലയാളത്തിലുള്ള ഒരു യൂട്യൂബ് ചാനലും എക്സ്പ്ലോർ ചെയ്യാത്ത ഒരു സ്ഥലമാണ്. അത് ആന്ധ്രയിലെ വിജയവാഡയിലുള്ള ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കീഴിലുള്ള ഒരു സംവിധാനമാണ്. ഒറ്റ പാറയിൽ, ഒരു വലിയ മലയുടെ കീഴിലുള്ള ഒരു പാറയിൽ കൊത്തിയെടുത്ത ശില്പങ്ങളും അതുപോലെയുള്ള കാഴ്ചകളൊക്കെയാണ്. ഇത് മറ്റ് പല ഭാഷകളിലുള്ള ചാനലുകളിലും വന്നിട്ടുണ്ടെങ്കിൽ പോലും മലയാളത്തിൽ അല്ലെങ്കിൽ കേരളത്തിൽ ഇത് ആദ്യമാണ് എന്നൊരു അഭിമാനം കൂടി എനിക്കുണ്ട്. നിങ്ങളെല്ലാവരെയും ആ കാഴ്ചകളിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. വിസ്മയിപ്പിക്കുന്ന, ഒരു പക്ഷേ അജന്ത, എല്ലോറ ഒക്കെ പോയിട്ടുള്ള ആളുകളായിരിക്കും നിങ്ങൾ. അപ്പോൾ സ്വാഭാവികം അതുപോലെ തന്നെ അതിനെയൊക്കെ കിടപിടിക്കുന്ന രീതിയിലുള്ള ഒരു സംവിധാനമാണ് ഇവിടെ ഉള്ളത്. എല്ലാവരെയും അതിലേക്ക് സ്വാഗതം ചെയ്യും. ഞാനിതിൻ്റെ ഓപ്പണിംഗ് ടൈമിനും വളരെ നേരത്തെ തന്നെ ഇവിടെ എത്തിയിരുന്നു. പക്ഷേ അവർ അത് കൃത്യസമയത്ത് മാത്രമേ തുറന്നു തരികയുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ വളരെ നേരം ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്തു. ഇപ്പോൾ നമ്മുടെ സെക്യൂരിറ്റി ചേട്ടൻ നമുക്ക് വേണ്ടി ഡോർ ഓപ്പൺ ചെയ്ത് തന്നിരിക്കുകയാണ്. നമ്മൾ അകത്തേക്ക് കിടക്കുകയാണ്. നമ്മളെ ആദ്യം തന്നെ വരവേൽക്കുക കരിങ്കല്ല് കൊണ്ട് പണിത പടികളാണ്. ഈ പടികൾ കയറി വേണം നമുക്ക് ഗുഹയ്ക്കരികിലേക്ക് എത്താൻ. കുറച്ച് ദൂരമൊക്കെ കോൺക്രീറ്റിംഗ് ആയിട്ടും ചെയ്ത് കാണാനുണ്ട്. ഒരു പക്ഷേ ഇതൊന്നും ആദ്യം ഉണ്ടായിട്ടുള്ളതാവില്ല, പിന്നീട് വന്ന നിർമ്മിതികളായിരിക്കും. ആദ്യം തന്നെ നമുക്കിതിൻ്റെ താഴത്തെ നിലയിലേക്കൊന്ന് കടന്നു നോക്കാം. എന്താണ് ഇവിടുത്തെ കാഴ്ചകളെന്ന് നോക്കാം. നമ്മൾ ആദ്യം കടന്നു ചെല്ലുന്ന വഴിയിൽ കാണുക വലിയ കരിങ്കൽ തൂണുകളാണ്. ഒട്ടും ഫിനിഷ്ഡ് ഒന്നുമല്ല, ഫിനിഷ്ഡ് അല്ലാത്ത കരിങ്കൽ പാളികൾ അല്ലെങ്കിൽ കരിങ്കൽ തൂണുകളാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുക. ഇവിടെ കാണാവുന്ന മറ്റൊരു കാഴ്ച വവ്വാലുകളുടെ വലിയ കൂട്ടമാണ്. ഇതിൻ്റെ ടോപ്പ് സൈഡിൽ വവ്വാലുകൾ ഇങ്ങനെ കൂട്ടത്തോടെ കിടക്കുകയാണ്. നിങ്ങൾക്ക് കാണാൻ കഴിയും. ഞാൻ അല്പം സൂം ചെയ്ത് കാണിക്കാം. നമ്മൾ അടുത്തേക്ക് ചെല്ലുമ്പോൾ പറക്കുന്നൊക്കെയുണ്ട്. ഞാനും ക്യാമറ ഒന്നടുത്തേക്ക് കൊണ്ടു ചെന്നപ്പോൾ അത് പറന്നുപോയി. പെട്ടെന്ന് എൻ്റെ നേർക്ക് വന്നു. നമ്മൾ ഈ ഗുഹയുടെ രണ്ടാമത്തെ നിലയിലേക്ക് കയറുകയാണ്. രണ്ടാമത്തെ നിലയിലാണ് കൂടുതൽ ശില്പങ്ങളും അതുപോലെയുള്ള കാഴ്ചകളൊക്കെ നമ്മളെ കാത്തിരിക്കുന്നത്. ഇവിടെയും നമുക്ക് ഒരുപാട് തൂണുകൾ കാണാൻ കഴിയും. പക്ഷേ നേരത്തെ താഴത്തെ നിലയിൽ കണ്ട പോലെയുള്ളതല്ല, അല്പം കൂടി ഫിനിഷ്ഡ് ആയിട്ടുള്ള തൂണുകളാണ്. അതുപോലെ തന്നെ ചെറിയ ചെറിയ വർക്കുകളൊക്കെ ഈ തൂണുകളിലുണ്ട്. നിലവിൽ ഒട്ടേറെ ശില്പങ്ങൾ കൊണ്ട് സമ്പന്നമാണ് ഉണ്ടാവല്ലി ക്ഷേത്രം. ഇപ്പോൾ നമ്മൾ കാണുന്നത് ഗണപതിയുടെ അതിമനോഹരമായിട്ടുള്ള ഒരു കരിങ്കൽ ശില്പമാണ്, അല്ലെങ്കിൽ കൊത്തുപണിയാണ്. അവിടെയുള്ള ചുമരിൽ കൊത്തിയെടുത്ത രീതിയിലാണ് ഈ ശില്പത്തെ നമുക്ക് കാണാൻ കഴിയുക. വളരെ മനോഹരമായൊരു ശില്പം തന്നെയാണ്. ഗണപതിയുടെ മാത്രമല്ല, ഹൈന്ദവ സംസ്കാരത്തിലൂന്നിയ ഒട്ടേറെ ദേവീ ദേവന്മാരുടെ വിഗ്രഹങ്ങൾ കൊണ്ട് സമ്പന്നമാണ് ഉണ്ടാവല്ലി. ആദ്യം ബുദ്ധമതക്കാരുടെ ആരാധനാലയമോ അല്ലെങ്കിൽ ബുദ്ധ സന്യാസികളുടെ കേന്ദ്രമോ ആയിരുന്ന ഉണ്ടാവല്ലി പിന്നീട് ജൈനമതത്തിന് വഴിമാറുകയും അവരുടെ ആരാധനാ കേന്ദ്രമായി മാറുകയും അതിനുശേഷം ഹൈന്ദവ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ആരാധനാലയമായി മാറുകയും ചെയ്തു എന്നതാണ് ചരിത്രം പറയുന്നത്. വവ്വാലുകളുടെയും ചീവീടുകളുടെയും ശബ്ദം ഇവിടെ വളരെ കൂടുതലാണ്. ഒന്നാമത് കാടാണ്, അതിനുള്ളിലൊരു ഗുഹയാണ്. സ്വാഭാവികമായും അത് ഈ വോയിസ് റെക്കോർഡിങ്ങിനൊക്കെ സ്വാധീനിക്കുന്നുണ്ട് എന്ന് തോന്നുമെങ്കിൽ പോലും അത് പ്രേക്ഷകർ സദയം ക്ഷമിക്കുക.
ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ ശില്പം നമുക്കറിയാം, മ്യൂസിയങ്ങളിലേക്ക് പോകുമ്പോൾ കാണുന്ന ഈ ഖനനം ചെയ്ത് ലഭിക്കുന്ന ലോഹനിർമ്മിതമായ ശില്പങ്ങളുണ്ട്. ആ മാതൃകയിലുള്ള ഒരു ശില്പമാണ് ഇവിടെ അവ്യക്തമാണെങ്കിൽ പോലും നമുക്ക് കാണാൻ കഴിയുക. അത്രയും പുരാതനമായ ഒരു ശില്പമാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. നമുക്ക് പരിചിതമായതും അല്ലാത്തതുമായ ഒട്ടേറെ പുരാതന കാലത്ത് തന്നെ ആരാധിച്ചു വന്നിരുന്ന ദേവ വിഗ്രഹങ്ങൾ ഒട്ടേറെ ഇവിടെയുണ്ട്. ഗുപ്ത കാലഘട്ടത്തിൻ്റെ അവശേഷിപ്പുകളായിട്ടാണ് ഇതിനെ കാണുന്നത്. നിലവിൽ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ സംരക്ഷണയിലാണ് ഈ സ്മാരകം. ഒരുപാട് കേടുപാടുകളൊക്കെ പല നിർമ്മിതികൾക്കും പറ്റിയിട്ടുണ്ട്. പലതും അത് പുനഃസ്ഥാപിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ അത് പലതും കോൺക്രീറ്റിലും അല്ലെങ്കിൽ സിമെൻറ്റിലൊക്കെയാണ് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത്. അതിൻ്റെതായ പരിമിതികളും അതിൻ്റെതായ ഭംഗിക്കുറവും അതിനുണ്ട് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. കാരണം കരിങ്കല്ലിൽ കൊത്തിയ പഴയ നിർമ്മിതികൾ കാണുമ്പോഴുള്ള ആ ഒരു ചാരുതയൊന്നും ഒരിക്കലും നമുക്ക് എത്ര കോൺക്രീറ്റ് ചെയ്താലും കിട്ടില്ല. ഉണ്ടാവലി എന്ന ഈ ഗുഹാക്ഷേത്രത്തിലെ ഏറ്റവും നിർണായകമായ അല്ലെങ്കിൽ ഏറ്റവും സവിശേഷമായ ഒരു ഭാഗമാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇവിടെയുള്ള അതിഭീമാകാരമായിട്ടുള്ള അനന്തശയനം വിഗ്രഹം, വിഷ്ണുവിൻ്റെ അനന്തശയനത്തിൻ്റെ വിഗ്രഹമാണ്. ഏതാണ്ട് 25 അടിയോളം നീളം ഇതിന് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അവിടെയുള്ളൊരു ജീവനക്കാരൻ അവിടെ പുഷ്പങ്ങളൊക്കെ അർപ്പിക്കുകയാണ്. ആ വ്യക്തിയുമായി താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ അറിയാം നമുക്ക് ഈ ഒരു ശില്പത്തിൻ്റെ വലിപ്പം. ഇത് ഈ ക്ഷേത്രത്തിൽ കൃത്യമായ പൂജയോ മറ്റോ ഒന്നും നടക്കുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ എങ്കിൽ പോലും ഈ അനന്തശയനം വളരെ പരിഭാവനമായി തന്നെ അവർ പരിപാലിച്ച് വരുന്നതായിട്ടാണ് മനസ്സിലാവുന്നത്. ഇതാണ് ഉണ്ടാവലിയുടെ മുകളിൽ നിന്നും താഴേക്കുള്ള കാഴ്ച. വളരെ ഉയരത്തിൽ തന്നെയാണ് ഈ മല സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ ഒരുപാട് എനിക്ക് കൃത്യമായി പറയാൻ കഴിയാത്ത ഒരുപാട് ശില്പങ്ങൾ ഇവിടെയുണ്ട്. ഇവിടെ എൻട്രൻസ് ഫീസ് എന്ന് പറയുന്നത് 25 രൂപയാണ്. ഓൺലൈനായി അടയ്ക്കുകയാണെങ്കിൽ 20 രൂപയ്ക്ക് അടയ്ക്കാം. അതായത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ വെബ്സൈറ്റിൽ കയറി നമുക്ക് ഓരോ സ്റ്റേറ്റിലും ഓരോ ചരിത്ര സ്മാരകങ്ങൾ അതിൽ സെലക്ട് ചെയ്യാം. അവിടെ എത്ര പേരുണ്ട് എന്നുള്ള നമ്മുടെ ഡീറ്റെയിൽസൊക്കെ കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ഓൺലൈനിൽ പൈസ അടയ്ക്കാം. ഞാൻ സത്യത്തിൽ ഇന്ന് ഇവിടെ രാവിലെ വന്നപ്പോൾ അല്പം നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ വന്ന് പൈസ അടയ്ക്കാൻ നോക്കുന്ന നേരത്തെ അവിടുത്തെ സിസ്റ്റം കംപ്ലൈൻ്റ് ആയി. അവിടെ സിസ്റ്റം കംപ്ലൈൻ്റ് ആയാൽ നമ്മൾ ഓൺലൈനിൽ അടച്ചില്ലാതെ നമുക്ക് ഇതിനകത്തേക്ക് പ്രവേശിക്കാൻ കഴിയില്ല. ഒരുപാട് പ്രശ്നമുള്ളത് വളരെ സാധാരണക്കാരും അല്ലെങ്കിൽ അതുപോലെ പ്രായമായ ആളുകളൊക്കെ വന്നു കഴിഞ്ഞാൽ അവർക്ക് ഈ മൊബൈൽ യൂസിംഗ് ഒന്നും അത്ര അറിയാത്ത ആളുകളാണെങ്കിൽ അവർക്ക് പ്രവേശിക്കാൻ കഴിയില്ല. കാരണം ഇൻ്റർനെറ്റ് പ്രശ്നമാണെങ്കിൽ ഇവിടെ ടിക്കറ്റ് കൊടുക്കില്ല. അപ്പോൾ നമ്മൾ ഓൺലൈൻ എടുത്തേ പറ്റുള്ളൂ. അല്ലെങ്കിൽ പിന്നെ അവരുടെ മൊബൈൽ മേടിച്ച് ഇവിടുത്തെ സെക്യൂരിറ്റി ജീവനക്കാരൻ അത് ബുക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഓൺലൈനിൽ ബുക്ക് ചെയ്തിട്ട് വരാം, അല്ലെങ്കിൽ ഇവിടെ വന്ന് എടുക്കാം. അതെങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ അങ്ങനെ 2 സൗകര്യങ്ങളുണ്ട്, ഇൻ്റർനെറ്റിലും അതുപോലെ തന്നെ ഡയറക്റ്റ് ചെയ്യാനും സൗകര്യമുണ്ട്. 5 രൂപ കുറവാണ് ഓൺലൈൻ 50 രൂപ. അതാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്.
ഹായ്, നമസ്കാരം. ഇന്നത്തെ ഉണ്ടാവല്ലി കേവ്സിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടാവും എന്ന് തന്നെ ഞാൻ കരുതുകയാണ്. ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് അടിക്കണം, കമൻറ്റ് ചെയ്യണം അഭിപ്രായങ്ങൾ. ഒരുപാട് പരിമിതികളുണ്ട്, കാരണം തുടക്കക്കാരനായതുകൊണ്ട് തന്നെ ഒരുപാട് പരിമിതികൾ അതിൻ്റെ ഒരുക്കത്തിലുണ്ടായിരിക്കും. സ്വാഭാവികമായും ആ പരിമിതികൾ ചൂണ്ടിക്കാണിക്കണം. മുന്നോട്ടുള്ള പ്രയാണത്തിൽ നിങ്ങളുടെ എല്ലാവരുടെയും പ്രോത്സാഹനവും വേണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇന്നത്തേക്ക് വിട പറയുന്നു. നമസ്കാരം.